കൊടും വേനലിൽ ഇത്ര സന്തോഷത്തോടെ ഒരു യുവതി. അത് അംഗരാജ്യത്ത് നിന്ന് ഒരാൾക്ക് മാത്രം എത്ര സന്തോഷം? അല്ല അത് ഇപ്പൊ ഇവിടെ തണുപ്പുണ്ടായോണ്ട് കുഴപ്പമില്ല. എന്റെ ബാക്കിയുള്ളതൊക്കെ അപ്പൊ പുറത്ത്. വീട്ടുകാരൊക്കെയോ അല്ല അവർക്ക് ചൂടാ പുറത്ത്. പക്ഷെ എനിക്ക് അതേ തണുപ്പല്ല. അതില് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ നമുക്ക്? അല്ല അത് കുഴപ്പമില്ല. അവര് ചൂടെടുക്കട്ടെ, അവര് വെള്ളം കുടിക്കാതിരിക്കട്ടെ. സിമ്പിളായി പറഞ്ഞാ പോരെ, ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കാറ്. അപ്പൊ ഏത് പാട്ട് പാടിയിട്ടാ മഴ പെയ്യിപ്പിക്കാൻ പോണേ? ദും 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 ദുബി നാദം. ആഹാ, നാദം, നാദം. ആ, നാദം. വൈശാലി അല്ലേ? യെസ്. ഋഷ്യശൃംഗം വരുവോ? ഋഷ്യശൃംഗം വരും. വരുവോ? എന്നിട്ട് മഴ പെയ്യിപ്പിക്കും. ആ മഴ പെയ്യിപ്പിക്കും. ഓ, എനിക്ക് കാണണം മഴ പെയ്യുന്നത്. നന്നായിട്ട് പാടിയാലാണ് പെയ്യ. അത് പാടുമല്ലോ, ഉറപ്പല്ലേ? നോ ഡൗട്ട്. അപ്പൊ ആവണിക്കുട്ടി, അതെ, ഓൾ ദി ബെസ്റ്റ്.
കേരളത്തില് 2026 ആദ്യമായിട്ട് പാടി മഴ പെയ്പ്പിച്ചത് ആരാ? ആവണി. 2026 മാത്രമല്ല, എനിക്ക് തോന്നുന്ന കുറെ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് ആരും ഇങ്ങനെ പാടി മഴ പെയ്പ്പിച്ചിട്ടില്ല. ഇതൊരു ഭയങ്കര എഫേർട്ടാണ് കേട്ടോ ഫാമിലിയുടെ. മൊത്തം കുടുംബത്തിന് എല്ലാവർക്കും ഒരു വലിയ കൈയടി. അച്ഛൻ ശരിക്കും ആ ക്യാരക്ടറായിട്ട് തോന്നുന്നതാണ്. അങ്ങനെയുണ്ട്. അമ്മയുടെ ലുക്കേ മാറി. മനസ്സിലാവുന്നില്ല അച്ഛനും അമ്മേനെയും. ഞാനിങ്ങനെ തിരയായിരുന്നു, എവിടെ അമ്മയുടെ അവസാനം കണ്ടുപിടിച്ചു. അതാണ് അമ്മ എന്നുള്ളത്. അവസാനം മഴയൊക്കെ പെയ്ത് നമ്മുടെ രാഘുവും ആൻഡ് ടീം കലക്കി. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ രാകേഷിന് ഒരു വലിയൊരു ബിഗ് ഹാൻഡ്. അവണിക്കുട്ടി, എന്തോ സാർ ഈ പാട്ട് പാടുന്നതെന്ന് പറഞ്ഞാല് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. എന്താന്ന് വെച്ചാ ഇത്രയധികം വേരിയേഷൻസ്, ആ ട്യൂണിന്റെ വേരിയേഷൻസ് ഉണ്ട്, ലിറിക്കൽ വേരിയേഷൻസ് ഉണ്ട്, പിന്നെ റിതമിന്റെ വേരിയേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഓർത്തിരിക്കണ്ടേ? ഞാനാണെങ്കിൽ പെട്ടുപോയനെ കേട്ടാ, അവിടെ പെട്ട് തെറിച്ചു പോയേനെ. പക്ഷെ അങ്ങനെയല്ല, ആവണിക്കുട്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് അത് ഈ കുടുംബത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം കേട്ടോ. നമ്മുടെ ആവണിക്കുട്ടിയുടെ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്, നേരത്തെ ഇതുപോലെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ലേ തെയ്യമൊക്കെ വന്ന്, അന്നും ഗംഭീരായിരുന്നു. അതിനേക്കാൾ ഗംഭീരാണ് ഇത്, ഒരു സംശയമില്ല അതിനെ പറ്റി. എടാ വണ്ടർഫുൾ. ഈ ദേവദുന്ദുഭി എന്ന് പറഞ്ഞ എന്താ? ദുന്ദുഭിയാണ്, ദുന്ദുഭി. അപ്പൊ ദേവദുന്ദുഭി എന്ന് പാടണം. അതായത് ശിവപുരാണത്തിൽ പറയുന്നതാണ് ദേവദുന്ദുഭി. പെരുമ്പറ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? വലിയ ബിഗ് ഡ്രം ആണ്, വാദ്യമാണ്. അതിനേക്കാളും വലുത് വലുത് വലുത്, ദേവന്മാരുടെ വലിയൊരു, ഈ പെരുമ്പറയുടെ എത്രയോ വലുത് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതാണ് ദുന്ദുഭി. അതാണ് ദുന്ദുഭി, ദും 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 ദുന്ദുഭിനാദം എന്ന് പാടണം. എങ്ങനെ പാടും? ആ ഭി അവിടെ കേൾക്കണം. അതുപോലെ ഈ ലിറിക്കില് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, ആ സീക്വൻസ് ഓഫ് ഈവൻസ് കൃത്യമായിട്ട്, മ്യൂസിക്കൽ ഈവൻസും മറ്റ് നമ്മുടെ കുടുംബം ഇനാക്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈവൻസും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഇൻ സിങ്ക് വന്നപ്പോഴത്തേക്കും ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പെർഫോമൻസസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് അസാധ്യമായിരിക്കുന്നു. ഇനി നമ്മുടെ കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് വിജു. ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഞങ്ങള് 3 പേര് ഫ്രണ്ട്സ് ആണ്. അദ്ദേഹം? എന്റെ പേര് ദിബീഷ്, ഫാമിലി ഫ്രണ്ട് ആണ്, 10-20 വർഷമായിട്ടുള്ളത്. എന്റെ പേര് ചിത്ര, ഞാൻ ദിബീഷിന്റെ വൈഫാണ്. എന്റെ വൈഫാണ്. എന്റെ പേര് നിരുക്ത, ഞാൻ ആവണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കണേ. അതെ, വൈശാലിയായിട്ട് വന്നു അല്ലേ ആവണിക്ക് വേണ്ടി. ഞാൻ അജിത, ജ്യോതിയുടെ വലിയച്ഛന്റെ മോളാണ്. എന്റെ പേര് ശിവരഞ്ജിനി, ഞാൻ ആവണിയുടെ വലിയച്ഛന്റെ മോളാണ്. എല്ലാരും കൂടെ കലക്കി. എന്തൊരു അഭിനയമായിരുന്നു അറിയോ? എസ്പെഷ്യലി നമ്മുടെ വൈശാലിയായിട്ട് അഭിനയിച്ച നിരുക്ത അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് അടിപൊളി. എനിക്ക് ആവണിക്കുട്ടിയുടെ അച്ഛനും അമ്മയൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. അതുകൊണ്ടൊരു ബിഗ് ക്ലാപ്പ് ഫോർ ദ മേക്കപ്പ് ടീം. അതും പറയാതിരിക്കാൻ പറ്റില്ല. മേക്കപ്പിനും കോസ്റ്റ്യൂമിനും ഒരു വലിയൊരു കൈയടി കൊടുക്കുകയാണ്. എല്ലാവരും അടിപൊളി. അതിന്റെ കൂടെ ആവണിക്കുട്ടിയുടെ ആ പാട്ടും കൂടെ ആയപ്പോഴത്തേക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആവണിക്കുട്ടി, എന്തോ ചേച്ചി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എവിടെയാണെന്നറിയോ? മാലയെ കുളിരണി കുമാരുടെ ബെസ്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് സോ ഗുഡ്. മാത്രമല്ല ഇന്ന് നല്ല, എന്താ പറയാ, നല്ല ഉന്മേഷവും നല്ല ശക്തിയും ഉണ്ടായിരുന്നു പാടിയപ്പോൾ ആവണിക്കുട്ടിക്ക്. ആ വോയിസിൽ തന്നെ എനിക്ക് ആ ഒരു പവർ ഫീൽ ചെയ്തു. ആ സോങ്ങിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട് കേട്ടോ. മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. ആവണിക്കുട്ടി, എന്തോ സാർ, എന്താണ് ഇപ്പോ മനസ്സിൽ തോന്നുന്നത്? സന്തോഷം. ഹാപ്പിയാണ്. ഏത് ജാതി സന്തോഷം? അയ്യോ, ഏറ്റവും കൂടുതൽ അല്ലേ, എക്സ്ട്രീം അല്ലേ, ദുന്ദുഭി പോലത്തെ സന്തോഷം അല്ലെ, അത്രയും വലിയൊരു ഭാഗ്യല്ലേ മോളെ ഇതൊക്കെ അല്ലേ? വൈശാലി റീക്രിയേറ്റ് ചെയ്യാ മാത്രമോ സ്റ്റേജിൽ മഴ പെയ്ച്ചില്ലേ? കാരണം ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറക്കാൻ പറ്റുമോ ഇത്? യെസ്. അപ്പൊ വരാനിരിക്കുന്ന എന്തോ ഒരു നല്ല കാര്യത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. വളരെ മനോഹരമായി പാടി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ്.
Okay. വൺസ് അഗൈൻ ക്ലാപ്സ്. Top ആ band ന് എഫേർട്ടിന് ഒരു ഒരിക്കൽ വലിയൊരു കൂടി top കൈയടി band ന് എല്ലാവരുടെയും. വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം അത്രയധികം Yes. വേരിയേഷൻസ് അവർ ചെയ്തു. ഇത് Yes. ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ്. താങ്ക് യു ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. പിന്നെ സ്പെഷ്യൽ മെൻഷൻ അബൌട്ട് ഋഷി ശങ്കൻ. അതെ, Yes. അതെ. ഒറ്റക്കാലിൽ എത്ര നേരം നിന്ന്? കുറേ നേരം നിന്നു. എങ്ങനെ എവിടെ മുങ്ങിപ്പോയോ? അല്ല ഈ ഒറ്റക്കാലിൽ എത്ര നേരം നിന്നുള്ളൂ അല്ലേ? അതെങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നോ? ഇല്ല, ഇവിടെ വന്നിട്ട് ചെയ്യിപ്പിച്ച. എന്താ പേര്? അനന്തു. എല്ലാരും കൂടെ ഈ സ്റ്റേജ് തൂക്കിയാട്ടെന്ന്. അതെ ശരി. രക്ഷയില്ല അല്ലേ? താങ്ക് യു. അപ്പോ ആവണിക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99. അല്ല, മാർക്ക് കുറയ്ക്കാൻ പറയാ രാഘു. മാർക്ക് കുറയ്ക്കണം. 99 കൊടുക്കണ്ട. കൊടുക്കണ്ട. അതെ. രാഘു എത്ര? 97 മതിയാ? 90. അത് കുറച്ച് കൂടുതലല്ല സാർ. 96, 95.5. ആ അതായിരിക്കും അത് മതിയോ? കറക്റ്റ് അല്ലേ? മഴയൊക്കെ പെയ്ച്ചതല്ലേ? അപ്പോ ആവണിക്കുട്ടിക്ക് ഇന്ന് 99 താങ്ക് യു സർ. മതിയോ? പോരാ, പോരാ. മഴയൊക്കെ പെയ്തതല്ലേ എം ജെ സർ? 100. പോരട്ടങ്ങനെ ഒരു മധുരമഴ. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ ആവണിക്കുട്ടി. ആഹാ, ആര്യ ചേച്ചി ഞാനാണോ വരണ്ടേ? വെൽക്കം. മഴ എടുത്ത് കണ്ടേ? ഓഫ് കോഴ്സ്. കമോൺ, ഇവിടെ കമോൺ. ആവണിക്കുട്ടിക്ക് വിലീവായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, അപ്പൊ താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു ആവണിക്കുട്ടി. എല്ലാവർക്കും താങ്ക് യു. ഋഷ്യശൃംഗന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു ഇത്ര നനഞ്ഞ് അഭിനയിച്ചതിന് കേട്ടോ. താങ്ക് യു. ശരി ശരി, ബൈ.